കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രവർത്തക കൺവെൻഷനും തെരഞ്ഞെടുപ്പും ചെറുതോണി വ്യാപാര ഭവനിൽ നടന്നു. KVVS സംസ്ഥാന വൈസ് പ്രസിഡന്റ് AJ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. ചെറുതോണി വ്യാപാര ഭവനിൽ നടന്ന യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി പ്രവർത്തക കൺവെൻഷനിൽ യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഭിലാഷ് G. നായർ റിപ്പോർട്ടും ട്രഷറർ സനൂപ് സ്കറിയ കണക്കും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സലീം PS അധ്യക്ഷത വഹിച്ചു. KVVS സംസ്ഥാന വൈസ് പ്രസിഡന്റ് AJ ഷാജഹാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളെ സഹായിക്കാൻ വ്യാപാരികൾ മാത്രമേ ഉള്ളൂ എന്നുള്ള സ്ഥിതി നാട്ടിലെമ്പാടും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ജില്ലകളിലും ഇത്തരം പദ്ധതികളുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ജില്ലയിലെ പറ്റുള്ളൂ ഈ പദ്ധതി ഇല്ല, എല്ലായിടത്തും പദ്ധതികളുണ്ട്. നമ്മളുടെ ഒരാൾ പറഞ്ഞപ്പോൾ 2 ലക്ഷം രൂപ നൽകുന്ന പദ്ധതി, അതുപോലെ തന്നെ അത് നമുക്കറിയാം സുരക്ഷാ പദ്ധതി എന്ന നിലയിലാണ്. എന്താണ് അത് പലിശരഹിത സമ്പാദ്യ പദ്ധതി എന്ന നിലയിൽ പദ്ധതി നടപ്പാക്കുകയും വ്യാപാരികളുടെ സമ്പാദ്യ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് അത് നമ്മുടെ ജില്ലയിൽ ഇവിടെയും വളരെ ഫലപ്രദമായ ഏതാണ്ട് 5000-ഓളം ആളുകൾ അത് ചേർന്നിട്ടുണ്ട്. അപ്പൊ അത്തരം പദ്ധതികളൊക്കെയായി നമ്മുടെ ജില്ല മുന്നോട്ട് പോവുകയാണ്. യൂത്ത് വിംഗിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് വിംഗ് ജില്ലാ സമ്മേളനത്തിന്റെ വീഡിയോ കാണുകയും 1000-ത്തിലധികം ആളുകളെ പങ്കെടുക്കുന്നു. റിപ്പോർട്ട് വായിച്ചപ്പോൾ 1000-ത്തിലധികം. KVVS ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി. KVVS ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ, ട്രഷറർ KR രമേശ്, യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലിം രാമനാട്ടുകര, വൈസ് പ്രസിഡന്റ് സിജോമോൻ ജോസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി അക്രം ചുണ്ടയിൽ, VS ഷജീർ, പ്രശാന്ത് കുട്ടപ്പാസ് എന്നിവർ സംസാരിച്ചു. സലിം PS പ്രസിഡന്റും അഭിലാഷ് G. നായർ ജനറൽ സെക്രട്ടറിയും സനൂപ് സ്കറിയ ട്രഷററുമായുള്ള ഭരണസമിതിയെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, ചെറുതോണി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എൻ്റെ അപ്പായിച്ചേട്ടാ, എന്തോ ഏലക്കാട്? നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ല, നീ സാനുമാഷിനോട് ചോദിക്ക്. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർ ഗ്രീൻ്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർ ഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇതെവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.